മോഡേൺ കാറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ നല്ല അടിപൊളി ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വണ്ടി കിയ സോണറ്റ് ആണ്. അതിൻ്റെ ചാവിയാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. ബാക്കിൽ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ വണ്ടിയുടെ മിറർ നോക്കിയാൽ മിറർ ഫോൾഡ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ലോക്ക് ആകുമ്പോൾ തന്നെ മിറർ ഫോൾഡ് ആവും. ഞാനിപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് പതിയെ പോവുകയാണ്. വണ്ടി ഇപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ചാവിയൊന്നും പ്രസ് ചെയ്യുന്നില്ല, വെറുതെ അടുത്തേക്ക് പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ കേട്ടോ. വണ്ടിയുടെ മിറർ നോക്കൂ, ഫോൾഡ് ആയിട്ടുണ്ട്. ഞാനിതാ പതിയെ അടുത്തേക്ക് പോകുന്നു. ചാവിയൊന്നും പ്രസ് ചെയ്യുന്നില്ല, പതിയെ അടുത്തേക്ക് പോവുകയാണ്. കണ്ടോ, ഓട്ടോമാറ്റിക്കലി മിറർ, ആ ഫോൾഡായ മിറർ അൺഫോൾഡായി. ഇനി വണ്ടിയുടെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഡോറിൻ്റെ സൈഡിലുള്ള കൺട്രോൾസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. യൂട്ടിലിറ്റി സ്പേസൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് സീറ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഇതാ നമ്മളെ ഫൂട്ട് വെക്കുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്കും അതേപോലെ തന്നെ ആക്സിലറേറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അതേപോലെ തന്നെ ഇവിടെ ഡിഫറെൻറ്റ് മോഡുകളുണ്ട്. ഇതിന് പാർക്കിംഗ് മോഡുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് മുന്നേ ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിച്ചിരിക്കണം. അതിനുശേഷം പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഇവിടെയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. കിയയുടെ ബാഡ്ജിങ്ങും ലോഗോ ഒക്കെ നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ സ്റ്റിയറിംഗ് വീല് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടണൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയ വണ്ടിയാണ് കിയ സോണറ്റിൻ്റെത്. ഇൻസ്ട്രുമെൻ്റ് കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്പോട്ടി ആയിട്ട് തോന്നും. ഡിജിറ്റൽ മീറ്ററാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. കുറച്ചൊരു കുഴിഞ്ഞ ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് കൺസോൾ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് AC കൺട്രോളിൻ്റെ ബട്ടൺസൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഗിയർ ലിവറിൻ്റെ ഭാഗങ്ങൾ കാണാം. ഹാൻഡ് ബ്രേക്ക്, അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് ഒക്കെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അത്യാവശ്യം ലക്ഷറി ടൈപ്പിലുള്ള ഒരു വണ്ടിയാണിത്. ഓടിക്കുമ്പോൾ നല്ല കംഫർട്ടാണ്. അതാണ് ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സീറ്റിംഗ് പൊസിഷൻ കുറച്ച് ഹൈറ്റിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓടിക്കാൻ നല്ല സുഖമാണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതായത് ഏകദേശം ഒരു 14 ലക്ഷത്തിനുള്ളിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു റേഞ്ചിലുള്ള ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ വാങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കിയ സോണറ്റ് ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്.